Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും രക്ഷിതാവും കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകം ദൈവമക്കളുടെ മേൽ തൽക്ഷണ സൗഖ്യങ്ങളും തൽക്ഷണ ദൈവിക ഇടപെടലുകളും സ്വർഗം നൽകുന്നതായി ആയിരക്കണക്കിന് ആളുകളുടെ അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ഒരു കുടുംബത്തിൻ്റെ അനുഭവം ഇപ്പോൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എൻ്റെ പേര് വിജയൻ, ഞാൻ തൃശ്ശൂരിൽ നിന്ന് വരുന്നു. വിജയൻ ചേട്ടൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മകനൊരു അസുഖം ഉണ്ടായിരുന്നു, തല കറങ്ങി വീഴുന്നൊരു അസുഖം. ആർക്കായിരുന്നു? എൻ്റെ മകന് തല കറങ്ങി വീഴുന്ന അസുഖമായിരുന്നു. പല ഡോക്ടർമാരെയും കാണിച്ചു, ഒരു ഫലം ഉണ്ടായില്ല. പല മരുന്നുകൾ നോർത്തു, ഒന്നും ശരിയായില്ല. അങ്ങനെ എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു 9 ആഴ്ച അഭിഷേകാഗ്നി കാണാൻ. അത് കണ്ടു 9 ആഴ്ച ആകുന്നതിന് മുന്നേ തന്നെ ഇവൻ്റെ എല്ലാ അസുഖങ്ങളും മാറി. ഈശോയോട് നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ വന്നത്. യേശുവേ, ഒരു 6 മാസമായിട്ട് ഇപ്പോൾ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. അതായത് ശരിക്കും പിന്നെ തല കറങ്ങി വീഴാൻ പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. എത്ര നാളായി തുടങ്ങിയിട്ട്? പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്തോട് തുടങ്ങിയതാ. പ്ലസ് 2 പഠിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരങ്ങളെ ഇടയ്ക്കിടയ്ക്ക് തല കറങ്ങി വീണ പിന്നെ യാതൊരു ഓർമ്മ ഉണ്ടായിരിക്കില്ല. അപ്പോൾ നോക്കിയേ, കുറേ ട്രീറ്റ്മെൻറ്റ് ഡോക്ടർമാരെ പലരും കാണിച്ചിരുന്നു. എല്ലാവരും പല മരുന്നുകൾ തരും, ഒന്നും അസുഖം എന്താണെന്നും പറയാനില്ല. ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ക്ലിയർ ആവും. നമുക്ക് സഹോദരങ്ങൾ ഡോക്ടർമാരെ കാണിച്ച, പക്ഷേ അസുഖം എന്താണെന്ന് സ്കാനിങ് റിപ്പോർട്ട് എടുത്ത് കാര്യങ്ങളൊന്നും ക്ലിയർ ആകുന്നില്ല. ആ അരമണിക്കൂർ കഴിഞ്ഞ് കഴിയുമ്പോൾ ശരിയായി തീരും. നാളുകളായിട്ട് ഇങ്ങനത്തെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോഴാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം അല്ലേ, അതാരാ പറഞ്ഞത്? എൻ്റെ സുഹൃത്ത് പറഞ്ഞു, വിജയൻ ചേട്ടാ അഭിഷേകാഗ്നി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമുണ്ട്, ഞായറാഴ്ച രാത്രി 8 മണിക്ക് ശാലോം ടീമുള്ള വട്ടാഴ്ച നേതൃത്വം നൽകുന്ന ഈശോ മിശിഹായുടെ ശുശ്രൂഷ, അത് കാണാൻ വേണ്ടി പറഞ്ഞ്. അപ്പോൾ ഇവർ വിശ്വാസത്തോടു കൂടി അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി തുടങ്ങി. കുറച്ച് ആഴ്ചകൾ കണ്ടു അല്ലേ? 9 ആഴ്ച കണ്ടു. 9 ആഴ്ച കാണാൻ 9 ആഴ്ച മുടങ്ങാതെ കണ്ടു. പിന്നെ അതിനുശേഷം ഇന്നേ വരെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. കർത്താവ് അത്ഭുതം ചെയ്ത് അനുഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. മോനും കൂടെ മൈക്കോട്ടെന്ന് പറഞ്ഞു. മോനുടെ എന്താണെന്ന് മോനും മൈക്ക് പേരൊക്കെ പറഞ്ഞിട്ടെന്ന് പറഞ്ഞു. എൻ്റെ പേര് വിഷ്ണു എന്നാണ്. തല ഇറങ്ങി വീഴുമ്പോൾ പിന്നെ ഒന്നും ഓർമ്മയുണ്ടാവില്ല. പിന്നെ ഡോക്ടർമാർ ചിലപ്പോൾ യാത്രയിൽ എങ്ങനെ എവിടെയൊന്നും പറയാൻ പറ്റില്ല, ഒന്നും പറയാൻ പറ്റില്ല. വീണ് കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മയില്ല. അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ അച്ഛനമ്മയും പറഞ്ഞിട്ടാണ് ഞാൻ അറിയുക. അപ്പോൾ കുറേ ഡോക്ടർമാരെ കാണിച്ചു. അവർ ഓരോരോ അസുഖങ്ങളാണ് പറയണത്. കുറേ മരുന്നുകൾ കഴിച്ചു, ഒന്നിനും ഒരു ഗുണമില്ലാണ്ടായി എന്ന് പറഞ്ഞ പോലെ അവസാനം അച്ഛൻ്റെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് അഭിഷേകാഗ്നി കാണുന്നത്. അതിന് 9 ആഴ്ച കണ്ടതിന് ശേഷം ഒരു ചെക്കപ്പ് നടത്തിയപ്പോൾ എല്ലാം ക്ലിയറായി, ഒരു കുഴപ്പമില്ല എന്നാണ്. നോക്ക, ആ അഭിഷേകാഗ്നി പ്രോഗ്രാം നിങ്ങൾ കുടുംബം ഒരുമിച്ചാണ് അവിടെ? എല്ലാവരും ഒരുമിച്ചിരുന്ന് കണ്ടു. അപ്പോൾ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ ഒരാഴ്ച ഇങ്ങനെ ശുശ്രൂഷ കൈയെഴുത്ത് പറഞ്ഞു, മുട്ടുകുത്താൻ പറയുന്ന ഓരോ രീതിയിൽ പ്രാർത്ഥിക്കാൻ പറയല്ലോ. അതെല്ലാം കേട്ട് വിജയൻ ചേട്ടനും വിഷ്ണു ഇവരുടെ കുടുംബങ്ങളും മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതം ചെയ്ത് ഈശോ അനുഗ്രഹിച്ചു. കാര്യങ്ങൾ ഉയർത്തി കൈയടിച്ച് ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ, ഓ യേശുവേ നിന്റെ പുണ്യനാമമെന്നും ഞാൻ പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും, പാടി സ്തുതിക്കും, ഞാൻ പാടി സ്തുതിക്കും. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഓരോ ശനിയാഴ്ചയും ലക്ഷോപലക്ഷം കുടുംബങ്ങളിൽ ഇരുന്ന് ഞായറാഴ്ച രാത്രി അഭിഷേകാഗ്നി കാണുന്ന ദൈവമക്കൾക്കും കുടുംബങ്ങൾക്കും വേണ്ടി ആളുകൾ ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ട്. അങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉപവാസവും പരിത്യാഗവും ത്യാഗവും പ്രാർത്ഥനയും സഹനവും എല്ലാം ഈ ശുശ്രൂഷകളോട് ചേർത്ത് ദൈവസന്നിധിയിലേക്ക് കാഴ്ചവെക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേദനിക്കുന്ന ആത്മാക്കളുടെ മേലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ കടന്നു പോകുന്ന കുടുംബങ്ങളുടെ മേലും വലിയ ദൈവ കരുണ വ്യാപരിക്കുന്നത്.
അനേകം മക്കൾക്ക് വിശ്വാസമില്ലാത്തവർക്ക് തക്ഷണം കൃപ കൊടുത്ത് വിശ്വാസത്തിൻ്റെ അഭിഷേകം കൊടുക്കുകയാണ്. ഇന്ന് വിശ്വാസമില്ലാത്ത കുടുംബാംഗങ്ങളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈശോയുടെ കരുണ എല്ലാ കുടുംബങ്ങളിലേക്കും അവിടെ നിന്ന് വർഷിക്കുന്നു. അവിടുന്ന് പരിധികൾ കൂടാതെ കണക്കുകൾ കൂടാതെ എഴുതപ്പെട്ടിരിക്കുന്നവരെ വാരി വിതറുന്നു. ആഗ്രഹിക്കുന്നവർക്കെല്ലാം കിട്ടും. ഒരുപക്ഷെ വിശ്വാസം ഇല്ലെങ്കിലും പ്രാർത്ഥനാനുഭവം ഇല്ലെങ്കിലും മക്കളെ അല്പം നിളിമപ്പെട്ട കർത്താവ് എനിക്ക് വിശ്വാസം വേണം, എനിക്ക് പ്രാർത്ഥിക്കണം, എനിക്ക് ദൈവത്തിൻ്റെ അനുഭവം വേണം, എനിക്ക് സത്യം അറിയണം, ഇങ്ങനെ ആഗ്രഹിച്ച് എളിമപ്പെട്ടാൽ ദൈവം എഴുതപ്പെട്ടിരിക്കുന്ന പോലെ വാരി വിതറുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എഴുന്നേറ്റ് നിന്ന് വളരെ തീഷ്ണതയോടെ നമുക്ക് കർത്താവിനെ ആരാധിക്കാം. ഈ സമയം യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ ആരാധിക്കുന്ന സമയമാണ്. ഈ സമയം പരിശുദ്ധാത്മാവിനെ ആരാധിക്കുന്ന സമയമാണ്. ഈ സമയം ദൈവാത്മശക്തി സമൂഹത്തിന് മേലെ ലോകത്തിന് മേലെ വ്യാപരിക്കാൻ വേണ്ടി സഭ മുഴുവനും അല്ലെങ്കിൽ ദൈവജനം ലക്ഷക്കണക്കിന് കുടുംബങ്ങളിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ്. രണ്ട് കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിക്കുക. കുട്ടികളെല്ലാം തീഷ്ണതയോടെ പ്രാർത്ഥിക്കുക. ഓൾ ചിൽഡ്രൻ പ്ലീസ് ലിഫ്റ്റ് അപ്പ് യുവർ ഹാൻഡ്സ് ആൻഡ് പ്രേ ടുഗദർ. Pray together with your parents. Hallelujah, 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 hallelujah. Oh, അത്ഭുത ശക്തിയേ, ഓ പരിശുദ്ധാത്മാവേ, കൊടുങ്കാറ്റിന്റെ ആരവങ്ങളോടെ വലിയ ഇടിമുഴക്കത്തിന്റെ ശബ്ദത്തോടെ ഇപ്പോൾ വ്യാപരിക്കണമേ. ഹോളി 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 പരിശുദ്ധാത്മാവേ, 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 രൂപത്തോടെ ഭൂമിയിളകും അഭിഷേക ശക്തിയ, ഭൂമിയിളകും അഭിഷേക ശക്തിയ, രൂപായേ വേഗം ആഗതനാകണമേ. പരിശുദ്ധ ശക്തി ആഗതനാകണമേ. പുതിയൊരു പെന്തക്കോസ്താദിനമാകട്ടെ, കരങ്ങളടിച്ച് ഉണർവോടെ പുതിയൊരു പെന്തക്കോസ്താദിനമാകട്ടെ, പരിശുദ്ധാത്മാവേ, കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേക നീയാൽ പൂരിതരാകട്ടെ. പുതുശക്തിയാൽ പുത്തനുണർവാൻ അഭിഷേക നീയാൽ പൂരിതരാകട്ടെ. പരിശുദ്ധാത്മാവേ, ദയ തോന്നണമേ. പരിശുദ്ധാത്മാവേ, ദയ തോന്നണമേ. പരിശുദ്ധാത്മാവേ, വലിയ കരുണയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക. വലിയ സന്തോഷത്തോടെ വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. നന്നായി കൈയടിച്ച് ജനതകളിൽ അഭിഷേകത്തിൻ ഉണർവ് നൽകിടുക. വചനത്തിൻ സാക്ഷികളാകാൻ ധൈര്യം നൽകിടുക. ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവമാ ഫലങ്ങളും. ദൈവശക്തിയാ വരങ്ങളും ദൈവ സ്വഭാവമാ ഫലങ്ങളും. ദൈവം നൽകും ദാനങ്ങളും തിരുസഭയിൽ എല്ലാ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദൈവം നൽകും ജനപദങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാ രാജ്യങ്ങളെ സമർപ്പിക്കുന്നു. കൈകൾ ഉയർത്തി കൈയടിച്ച് Glory, glory, glory. അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ. വലിയ സന്തോഷത്തോടെ ദിനമാകട്ടെ ഇന്ന് അഭിഷേകത്തി കാറ്റാഞ്ഞു വീശട്ടെ. പുതുശക്തിയാ അഭിഷേകം പുരിതരാകട്ടെ. പുതുശക്തിയാ അഭിഷേകം പുരിതരാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. എല്ലാവരും കൈകൾ ഉയർത്തുന്നു. All children, please join with the praise and worship. Glory, 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 glory. എല്ലാ കുടുംബങ്ങളും ഒന്നുചേർന്ന് ലോകത്തിൽ ലക്ഷോപലക്ഷം കുടുംബങ്ങളോട് ചേർന്ന് ഒരുമിച്ച് ആരാധിക്കുന്നു. ഓ രാജാവേ, യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
പരിശുദ്ധാത്മാവേ, എല്ലാ കുടുംബങ്ങളുടെ മേലും സമാധാനത്തിൻ്റെ ആത്മാവായി ഇപ്പോൾ ആവസിക്കണമേ. രോഗമുള്ള മേഖലകളിലേക്ക് പോയി കൈകൾ വെച്ച് പ്രാർത്ഥിക്കുക. വലിയ സൗഖ്യങ്ങൾ കർത്താവ് ഇതാ നൽകുന്നു. തളർന്ന ശരീരങ്ങൾ, വളരെ കാലമായി ചികിത്സിച്ചിട്ട് സൗഖ്യമില്ലാത്ത അവസ്ഥകൾ, ക്യാൻസർ ബാധിച്ച അവസ്ഥകളിലിരിക്കുന്ന കുടുംബാംഗങ്ങൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുട്ടികളുടെ രോഗം വിട്ടുമ്പോൾ സൗഖ്യം പ്രാപിക്കുന്നു. ഒന്നുകൂടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിതാവേ, ഇപ്പോൾ സൗഖ്യം നൽകണമേ. പിതാവേ, ഇപ്പോൾ സൗഖ്യം നൽകണമേ. യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ ഇപ്പോൾ സൗഖ്യം പറഞ്ഞ് എഴുന്നേൽക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ രോഗങ്ങൾ വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ക്യാൻസർ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ മുടന്നുള്ള പാദങ്ങൾ ഇപ്പോൾ ക്ലിയർ ആകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഒടിഞ്ഞ അസ്ഥികൾ കൂടി യോജിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുട്ടികളുടെ രോഗങ്ങൾ നീങ്ങിപ്പോകട്ടെ. അപസ്മാരങ്ങൾ വിട്ടുമാറട്ടെ. ആസ്മ വിട്ടുപോകട്ടെ. തളർന്ന കൈകൾ സൗഖ്യം പ്രാപിക്കട്ടെ. ബലം പ്രാപിക്കട്ടെ. നാഡീ ഞരമ്പുള്ള രക്തധമനികൾ സൗഖ്യം പ്രാപിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ബ്രെയിൻ ട്യൂമർ മാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാഴ്ചയില്ലാത്ത കണ്ണുകൾ ഇപ്പോൾ കാണട്ടെ. കേൾവില്ലാത്ത ചെവികൾ ഇപ്പോൾ കേൾക്കട്ടെ. പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളുടെ പഠന തടസ്സങ്ങൾ മാറട്ടെ. പഠിക്കാനുള്ള തടസ്സങ്ങൾ മാറട്ടെ. അഭിഷേകം നിറയട്ടെ. കുടുംബങ്ങൾ ഇപ്പോൾ അഭിഷേകം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. യേശുവിന്റെ നാമത്തിൽ വിടുവിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രോഗമുള്ള മേഖലയിൽ കുരിശ് വരച്ച് യേശുവിന്റെ നാമത്തിൽ തിന്മയെ ശാസിക്കുക. രോഗപീഠകളെ ശാസിക്കുക. യേശുവിന്റെ നാമത്തിൽ വിട്ടുപോവുക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന രോഗമേ വിട്ടുപോവുക. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന തടസ്സങ്ങൾ വിട്ടുപോകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്ന ദുഷ്ടപിശാചുകൾ വിട്ടുപോകട്ടെ. കുരിശടകൾ വരച്ച് തിന്മയെ ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. Praise the Lord. Praise the Lord. Hallelujah. 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 Please be seated. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്ന് വളരെയധികം സ്നേഹത്തോടും അതിരറ്റ കരുണയോടും കൂടെ നമ്മുടെ ഈശോ മിശിഹ യേശു നമ്മളെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. കർത്താവായ യേശുവിൻ്റെ ശുശ്രൂഷകളിൽ വ്യാപരിച്ച് അനേക നാളുകളായി പല സ്ഥലങ്ങളിലേക്ക് ചെല്ലുമ്പോൾ അച്ഛൻ പ്രത്യേകം ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യം, യേശു ക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച് യേശുവിന് വേണ്ടി ജീവിതം അർപ്പിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്തി പാപങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിച്ച് മുന്നോട്ട് പോകുമ്പോൾ പലരുടെയും ജീവിതത്തിൽ അപ്രതീക്ഷിതമായി എന്നതുപോലെ പല തരത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങൾ കുടുംബങ്ങളിൽ നിന്നും സമൂഹത്തിൽ നിന്നും അതുപോലെ ശരീരത്തിലെ രോഗങ്ങളായിട്ടും സാമ്പത്തിക മേഖലകളിലൊക്കെ സംഭവിക്കുന്നത് കാണുകയാണ്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോഴൊക്കെ പല ആളുകളും അപ്സെറ്റ് ആവുന്നു. വളരെയധികം ആളുകൾ വളരെയധികം തുറന്ന മനസ്സോടെ ഇത് എൻ്റെ മഹത്വത്തിനും എൻ്റെ വിശുദ്ധീകരണത്തിനും അവസാന സ്വർഗത്തിൽ വലിയ വലിയ ഗ്ലോറിക്കും വേണ്ടി വലിയ സ്വർഗീയ മഹിമയ്ക്കും വേണ്ടി എൻ്റെ യേശു എനിക്ക് തരുന്നതാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സ്വീകരിക്കുന്ന ആളുകളെ കണ്ടിട്ടുണ്ട്. എന്നാൽ കുറേ പേര് ജീവിതത്തിൽ തളർന്നു പോവുകയാണ്. അവർ ചിന്തിക്കുകയാണ്, ഞാൻ എന്ത് ചെയ്തിട്ടാണ് എനിക്ക് ഈ തകർച്ചയെല്ലാം വരുന്നത്? ഞാൻ എൻ്റെ പാപമെല്ലാം ഉപേക്ഷിച്ചു, ഞാൻ നന്നായി പ്രാർത്ഥിക്കുന്നു, ഞാൻ നന്നായി കർത്താവിനെ സ്നേഹിക്കുന്നു, ഞാൻ നന്നായി ആത്മാർത്ഥമായി കർത്താവിനെ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നന്നായിട്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ ഈ സഹനം മാറിപ്പോകാത്തത്? അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചിട്ട് എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥന കേട്ട് കർത്താവ് എൻ്റെ കണ്ണുനീർ നീക്കാത്തത്? ഒരു പക്ഷേ എൻ്റെ ഏതെങ്കിലും കഴിഞ്ഞകാല പാപങ്ങൾ നിമിത്തമായിരിക്കുമോ ഈ സഹനങ്ങളെല്ലാം വരുന്നത്? അപ്പോൾ പിശാച് വന്ന് പറയും, അതെ നിന്നെ കർത്താവ് ഉപേക്ഷിച്ചിരിക്കുക, നിന്നോട് കർത്താവിന് സ്നേഹമൊന്നുമില്ല. നിന്നോട് കർത്താവിന് സ്നേഹം ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുക, നീ നരകത്തിലേ പോവുള്ളൂ. ഇങ്ങനെയൊക്കെ ഈ സമയത്ത് പിശാച് വന്ന് ചെവിയിൽ അല്ലെങ്കിൽ ഉള്ളിൽ ഉത്ബോധിപ്പിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും വേദനിക്കും. അപ്പോൾ നമ്മൾ ബാഹ്യമായ വേദന ഭാഗത്ത്, പിശാചിൻ്റെ പീഡ വഴിയുള്ള മനപ്പീഡകൾ മറ്റൊരു ഭാഗത്ത്. പ്രിയപ്പെട്ട ദൈവമക്കൾ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നാം എന്തു ചെയ്യണമെന്ന് ദൈവവചനം നമുക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. കാരണം ഇത് യേശുവിൻ്റെ കാലം മുതൽ അല്ലെങ്കിൽ ശ്ലീഹന്മാരുടെ കാലഘട്ടത്തിൽ, ആദിമസഭയുടെ കാലഘട്ടത്തിൽ, അന്ന് തൊട്ട് ഇന്ന് വരെ ഇത് സഭയുടെ അനുഭവമാണ്, ഇത് വിശ്വാസികളുടെ അനുഭവമാണ്, ഇത് ദൈവത്തിൻ്റെ മക്കളുടെ അനുഭവമാണ്.
അതുകൊണ്ട് ദൈവവചനം ഇതിനെക്കുറിച്ച് ക്ലിയറായ നിർദ്ദേശങ്ങൾ ദൈവമക്കൾക്ക് നൽകുന്നുണ്ട്. അതിലൊരു നിർദ്ദേശം നമ്മൾ കാണുന്നത് വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ്റെ ലേഖനത്തിലാണ്. വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ തിമോത്തിയോസിന് എഴുതിയ 2-ാം ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 12-ാം തിരുലിഖിതം 2 തിമോത്തി 2:12, 2 തിമോത്തി ചാപ്റ്റർ 2 വേഴ്സ് 12, നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും, നാം അവനെ നിഷേധിക്കുന്നെങ്കിൽ അവൻ നമ്മെയും നിഷേധിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ഉറച്ചു നിൽക്കുമെങ്കിൽ അവനോടുകൂടെ വാഴും. ഞാനും നിങ്ങളും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൂടെ മഹത്വത്തിൻ്റെ കിരീടം വെച്ച് അവൻ്റെ ഗ്ലോറി, അവൻ്റെ മഹത്വത്തിൽ പങ്കുകാരായി നിത്യമഹത്വത്തിൽ അവനോടൊപ്പം നടക്കാൻ നാം ഈ ഭൂമിയിൽ ക്രൂശിതനായ യേശുവിനെ പോലെ സാദൃശരാകണം. ക്രൂശിതനായ യേശുവിനോട് സദൃശരായിരിക്കണം. പത്രോസിൽ എഴുതിയ 1-ാം ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 12 മുതൽ 14 വരെ തിരുലിഖിതങ്ങൾ. 1 Peter chapter 4 verses 12 to 14. Oh beloved, do not be surprised at the fiery ordeal that is taking place among you to test you, as though something strange were happening to you. പത്രോസിൽ 1-ാം ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്, എൻ്റെ പ്രിയരേ, നിങ്ങളെ പരിശോധിക്കുവാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാൽ എന്ന പോലെ പരിഭ്രമിക്കരുത്. അപ്രതീക്ഷിതമായി എന്തോ സംഭവിച്ചത് അഗ്നി പരീക്ഷ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഗ്നി പരീക്ഷ, അതിനെക്കുറിച്ച് പ്രഭാഷകന്റെ പുസ്തകം 2-ാം അധ്യായം 5-ാം വാക്യം, ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 2 വേഴ്സ് 5, സ്വർണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു. കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ സഹനത്തിൻ്റെ തീച്ചുളയിൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. സഹനത്തിൻ്റെ ഫർണസ് ഓഫ് ഹ്യൂമിലിയേഷൻ. ഇംഗ്ലീഷിൽ പറഞ്ഞങ്ങനെയാണ്, ബുക്ക് ഓഫ് സിറ ചാപ്റ്റർ 2 വേഴ്സ് 5, for gold is tested in the fire, and those found acceptable in the furnace of humiliations, those who are found acceptable before God, ദൈവത്തിന് മുമ്പിൽ അംഗീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ, ദൈവത്തിന് മുമ്പിൽ സ്വീകാര്യരായി കഴിയുമ്പോൾ, they will be tested in the furnace of humiliations. ഒരുപാട് അവഹേളനങ്ങളുടെയും നിന്ദയുടെയും ഉപേക്ഷിക്കപ്പെടലിൻ്റെയും തകർക്കപ്പെടലിൻ്റെയും പരിത്യക്ത അവസ്ഥയുടെയും നിന്ദനാവസ്ഥയുടെയും തുപ്പലിൻ്റെയും എല്ലാ തരത്തിലുള്ള തിരസ്കരണത്തിൻ്റെയും നടുവിലൂടെ കർത്താവിന് സ്വീകാര്യരായ മനുഷ്യർ they will be tested in the furnace of humiliation. വെള്ളം തിളപ്പിക്കാൻ 100 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ചൂടായെന്നാൽ വെള്ളം തിളയ്ക്കും. എന്നാൽ ഫർണസ്, ഇരുമ്പും ഒക്കെ ഉരുക്കുന്ന വലിയ ഫർണസ് ഉണ്ട്. അവിടെ 1000 ഡിഗ്രി 1500 ഡിഗ്രി സെൻറ്റിഗ്രേഡിലാണ് ഇങ്ങനെയുള്ള വലിയ വലിയ ലോഹങ്ങളൊക്കെ ഉരുക്കിയെടുക്കുന്നത്. അതുപോലെ ഒരു വ്യക്തി കർത്താവിന് സ്വീകാര്യനായി എന്ന് കണ്ടാൽ, ഒരു വ്യക്തിയെ കർത്താവ് അക്സെപ്റ്റ് ചെയ്ത് മുദ്ര പതിച്ചു കഴിഞ്ഞാൽ, he will be tested in the furnace of humiliations. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഗ്നി പരീക്ഷകൾ കനൽ വഴിയിലൂടെ നടക്കുക എന്ന് നാം കേട്ടിട്ടില്ലേ? കനലിലൂടെ നടക്കുന്ന അവസ്ഥ, അഗ്നി പരീക്ഷകൾ, ഇൻ ദ ഫർണസ് ഓഫ് ഹ്യൂമിലിയേഷൻ. ഈ അടുത്ത കാലത്ത് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു എക്സോർട്ടേഷൻ ലോകത്തുള്ള എല്ലാ വിശ്വാസികൾക്കും നൽകിയിട്ടുണ്ട്. ഒരു ലേഖനം എഴുതിയിട്ടുണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ എല്ലാ വിശ്വാസികൾക്കും വിശുദ്ധിയെക്കുറിച്ച്. ആ ലേഖനത്തിൻ്റെ പേരിങ്ങനെയാണ്, ഗൗദാത്തെ എക്സുൾത്താത്തെ, ആൻ എക്സോർട്ടേഷൻ അബൌട്ട് ദ ഹോളിനെസ് ഓഫ് ലൈഫ്. വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു എക്സോർട്ടേഷൻ. ആ എക്സോർട്ടേഷനിൽ 118ാമത്തെ ഖണ്ഡികയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ഇതിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ഹ്യൂമിലിറ്റി ക്യാൻ ടേക്ക് റൂട്ട് ഇൻ ദ ഹ്യൂമൻ ഹാർട്ട്സ് ഓൺലി ത്രൂ ഹ്യൂമിലിയേഷൻസ്. ഹ്യൂമിലിയേഷനിലൂടെ മാത്രമേ നമ്മുടെ ഹൃദയം പരുവപ്പെടുകയുള്ളൂ. മണ്ണും മനസ്സും പരുവപ്പെടണമെങ്കിൽ അതിനൊരുപാട് സാഹചര്യങ്ങൾ വേണം. ഈ മനസ്സ് പരുവപ്പെട്ട് വരാൻ, ഇത് നന്നായിട്ട് പദം പിടിച്ച് ദൈവത്തിൻ്റെ വിത്ത് വതയ്ക്കാൻ, വചനമാകുന്ന വിത്ത് വളരാൻ
ഒരു നല്ല അന്തരീക്ഷം വേണം, ഇത് പരുവപ്പെടണം. അതിന് ദൈവത്തിൻ്റെ വചനത്തെ അടിസ്ഥാനപ്പെടുത്തി മാർപ്പാപ്പ പഠിപ്പിക്കുന്നതാണ് ഹ്യൂമിലിറ്റി. ഹോളിനെസ് ക്യാൻ ടേക്ക് റൂട്ട് ഇൻ ദ ഹ്യൂമൻ ഹാർട്ട്സ് ഓൺലി ത്രൂ ഹ്യൂമിലിയേഷൻസ്. ഇത് ദൈവത്തിന് അറിയാം. വീണ്ടും, വിത്തൗട്ട് ഹ്യൂമിലിയേഷൻസ് there is no humility or holiness. Without humiliations there is no humility or holiness. ഈ ഹ്യൂമിലിയേഷൻ അത് വേണ്ടാത്തൊരു സംഗതിയായിട്ട് വിചാരിക്കരുത്. അത് ദൈവം അറിയാതെ വരണമെന്ന് വിചാരിക്കരുത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. വളരെ പ്രിയപ്പെട്ടവരായ ദേവദാസന്മാരും വളരെ പ്രിയപ്പെട്ടവരായ വലിയ വലിയ കുടുംബങ്ങളും വലിയ വലിയ ശുശ്രൂഷകരും അവരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് വലിയ വലിയ ഹ്യൂമിലിയേഷനിലൂടെ കടന്നു പോകുന്നത്. ആ ഹ്യൂമിലിയേഷനിൽ കടന്നു പോകുമ്പോൾ അത് ദൈവമാണ് അവരെ അതിന് അനുവദിക്കുന്നത് വിചാരിക്കണം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 6-7 തിരുരംഗങ്ങൾ 5 കുരുവികൾ 2 നാണയത്തൊട്ടിന് വിൽക്കപ്പെടുന്നില്ലേ, അവയിൽ ഒന്നുപോലും ദൈവസന്നിധിയിൽ വിസ്മരിക്കപ്പെടുന്നില്ല. ഭയപ്പെടേണ്ട, നിങ്ങളുടെ തലമുടി ഇഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു. അനേകം കുരുവികളെക്കാൾ വിലയുള്ളവരാണ് നിങ്ങൾ. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ അനുമതി കൂടാതെ ഒരു മുടിയിഴ പോലും അനങ്ങില്ല. ഓരോ മുടിയിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു, ഓരോ മുടിയിഴ പോലും സംരക്ഷിക്കപ്പെടുന്നുണ്ട്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മുടെ സർവ്വ മൊമെൻറ്റ്സും, എല്ലാ നിമിഷങ്ങളും, എല്ലാ സംഗതികളും. എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അനുവദിക്കാതെ ഒരാൾക്ക് ഒരക്ഷരം എൻ്റെ മേൽ ഉച്ചരിക്കാൻ കഴിയുകയില്ല. യേശു പീലാത്തോസിന് മുമ്പിൽ നിൽക്കുമ്പോൾ പീലാത്തോസ് യേശുവിന് പറഞ്ഞു, നിന്നെ മരണത്തിന് വിധിക്കാനും സ്വതന്ത്രമായി വിടാനും എനിക്ക് അധികാരമുണ്ട്, നിനക്ക് അറിഞ്ഞുകൂടെ? അപ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അധികാരം തന്നിരുന്നില്ലെങ്കിൽ നിനക്ക് എൻ്റെ മേൽ അധികാരം ഉണ്ടാകുമായിരുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്വർഗസ്ഥനായ പിതാവ് അത്രമാത്രം നമ്മളുടെ കൂടെയുണ്ട്. സ്വർഗസ്ഥനായ പിതാവിൻ്റെ സംരക്ഷണത്തിലാണ് നമ്മളെല്ലാവരും. 139-ാം സങ്കീർത്തനത്തിൽ 5-6 വാക്യങ്ങൾ, അവിടുന്ന് എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ ചുറ്റിലും അവിടുന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു. അവിടുത്തെ കരം എൻ്റെ മേലുണ്ട്. ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ മുമ്പിലും എൻ്റെ പുറകിലും എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് കാവൽ നിൽക്കുന്നുണ്ട്. സക്കറിയ 2:5, ജെറുസലേമിന് ചുറ്റും ഞാൻ അഗ്നി കൊണ്ടുള്ളൊരു കോട്ടയായിരിക്കും. ദൈവം നമുക്ക് ചുറ്റും അഗ്നി കൊണ്ട് കോട്ട പോലെ ദൈവം ഉണ്ട്. ഈ ദൈവം അറിയാതെ ഒരു മുടിയിഴ പോലും നമ്മുടെ ശരീരത്തിൽ നനക്കാൻ ആർക്കും അനുവാദമില്ല. ദൈവമായ കർത്താവ് അനുവദിച്ചാൽ മാത്രമേ ഒരക്ഷരം നിങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ മറ്റൊരാളുടെ നാവ് ഉയരുകയുള്ളൂ. എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ ദൂഷണങ്ങളൊക്കെ മറ്റുള്ളവരെ സംസാരിപ്പിക്കാൻ വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് അനുവദിക്കുന്നത്? നിങ്ങൾക്ക് യേശു ക്രിസ്തുവിനോട് താതാത്മ്യമുണ്ടാകാൻ വേണ്ടി തന്നെ. ക്രൂശിതന പീലാത്തോസിന് മുമ്പിൽ നിന്ന് യേശുവിനെ നിങ്ങൾ കാണുക, തുപ്പലും നിന്ദയും മറ്റും നിൽക്കുന്ന യേശുവിനെ കാണുക, എല്ലാവിധ തിന്മകളും ആരോപിക്കപ്പെട്ട് കൈകെട്ടപ്പെട്ട് നിൽക്കുന്ന ഈശോയെ കാണുക. ഒരക്ഷരം പോലും ഉറിയാടാതെ രോമം കത്തിരിക്കുന്നതിന് മുമ്പിൽ നിശബ്ദരായി നിൽക്കുന്ന ആ ചെമ്മരിയാടിനെ പോലെ നിൽക്കുന്ന യേശുവിനെ നിങ്ങൾ കാണുക. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ സ്വർഗസ്ഥനായ പിതാവിന് സ്വീകാര്യനായി കഴിഞ്ഞാൽ ഇതുപോലെ പീലാത്തോസിന് മുമ്പിൽ നിന്ന പോലെ, അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കുറ്റങ്ങളും ആരോപിക്കപ്പെട്ടപ്പോൾ നിശബ്ദനായി നിന്നതുപോലെ, എല്ലാ തരത്തിലുള്ള നിന്ദാപമാനങ്ങൾക്കും ചിലപ്പോൾ യേശുവിനോട് താതാത്മ്യപ്പെടാൻ വേണ്ടി സ്വർഗസ്ഥനായ പിതാവ് നമ്മളെ വിട്ടുകൊടുക്കും. ഫ്രാൻസിസ് മാർപ്പാപ്പ അതിനെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? ഹ്യൂമിലിയേഷൻസ് മേക്ക് യു റിസംബിൾ ടു ജീസസ് ക്രൈസ്റ്റ്. നിന്നെ യേശുവിനോട് സാദൃശ്യപ്പെടുത്തും, യേശുവിനോട് താതാത്മ്യമുള്ളവനായി മാറും. അങ്ങനെ ഈ ഭൂമിയിൽ ക്രൂശിതനായ യേശുവിനോട് നിങ്ങൾക്ക് എത്രമാത്രം താതാത്മ്യപ്പെടാൻ പറ്റുന്നോ അത്രയും നിങ്ങൾ മരണത്തിനപ്പുറത്ത് സ്വർഗത്തിൽ പിതാവിൻ്റെ സന്നിധി ചെല്ലുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മഹത്വത്തിലും പങ്കുകാരായിരിക്കും. The more you are resembled to the crucified Christ on earth, the more you will share the glory in heaven with Jesus Christ. യേശുവിനോട് കൂടെ അവൻ്റെ മഹത്വത്തിൽ അത്രമാത്രം കൂടുതൽ നിങ്ങൾക്ക് പങ്കാളിത്തം ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിനുശേഷം മാർപ്പാപ്പ പറയാണ്, if you are unable to suffer and offer up a few humiliations, you are not humble, you are not on the path to holiness. Praise the Lord, Praise the Lord. നിങ്ങൾ എളിമയുണ്ടെന്ന് വിചാരിക്കുന്നത് ശരിക്കും പൊട്ടത്തെറ്റാണെന്നാണ് പറയുന്നത്.
if you are not able to accept, if you are unable to suffer and offer up a few humiliations, you are not on the path to holiness. You are not humble. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 618 ഖണ്ഡിക ഓരോ മനുഷ്യനെയും അവിടുന്ന് ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവത്തിന് മാത്രം അറിയാവുന്ന രീതിയിൽ പെസഹ രഹസ്യത്തിൽ പങ്കാളികളാക്കപ്പെടാനുള്ള സാധ്യത നൽകുന്നു. തങ്ങളുടെ കുരിശെടുത്ത് അവിടുത്തെ അനുഗമിക്കാൻ അവിടുന്ന് അവരെ ശക്തിപ്പെടുത്തുന്നു. ദൈവത്തിന് മാത്രം അറിയാവുന്ന വഴിയിലൂടെ ക്രൂശിതനായ ഈശോയോട് നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദൈവപിതാവ് സാദൃശ്യപ്പെടുത്തി സ്വർഗത്തിൽ മഹത്വത്തിൻ്റെ കർത്താവിനോടുകൂടി ഇരുത്താൻ നമ്മൾ ഒരുക്കും എന്ന് 618 ഖണ്ഡികയെ പഠിപ്പിക്കുകയാണ്. ഈ സമയം നമുക്ക് എഴുന്നേറ്റ് നിന്ന് പരിശുദ്ധ കുർബാനയുടെ സന്നിധിയിൽ കരഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സമയം കരങ്ങൾ ഉയർത്തിപ്പിടിക്കുക, യേശുവിലേക്ക് നോക്കുക. കുരിശിൽ എനിക്ക് വേണ്ടി പിടഞ്ഞ് മരിച്ച് ശിരസ് മുതൽ പാദം വരെ ചോരയിൽ കുതിർന്ന് എല്ലാവരാലും തിരസ്കൃതനായി കിടക്കുമ്പോൾ യേശുവിൻ്റെ ജീവിതം ഒരു പരാജയമായിരുന്നില്ല. ഈ ലോകത്തിലെ ഏറ്റവും വിജയമുള്ള ജീവിതമായിരുന്നു യേശുവിൻ്റെ ജീവിതം. The most successful life on earth is the life of Jesus Christ. ഞാനും നിങ്ങളും ആ യേശുവിൻ്റെ മാതൃക അനുഗമിച്ച് ആ യേശുവിൻ്റെ ജീവിതത്തിൻ്റെ പ്രകാരമുള്ളൊരു വിജയമാണ് ആഗ്രഹിക്കുന്നെങ്കിൽ പിതാവായ ദൈവം ഈ ഭൂമിയിൽ വെച്ച് നമ്മളെയും നിന്ദാപമാനങ്ങൾക്കും തിരസ്കരണങ്ങൾക്കും അനേക തരത്തിലുള്ള അപമാനങ്ങൾക്കും അനേക തരം അവഹേളനങ്ങൾക്കും തുപ്പലിന് നിന്ദയ്ക്കും വിട്ടുകൊടുക്കും. ചപ്പും ചവറും പോലെ എല്ലാറ്റിനും ഉച്ചിഷ്ടം പോലെ തീരുമ്പോൾ ജീവിതം ഒരു പരാജയമാണ് എന്ന് വിചാരിക്കരുത്. മറിച്ച് മഹത്വത്തിൽ യേശുവിനെ പോലെ ഉയർപ്പിക്കാൻ ഈ ലോകത്തിൽ എൻ്റെ സ്വർഗസ്വനായ പിതാവ് എൻ്റെ മേൽ അംഗീകാരം മുദ്ര വെച്ച് അതിൻ്റെ അടയാളമാണ് ആ നിന്ദാപമാനങ്ങൾ എന്ന് മനസ്സിലാക്കണം. രണ്ട് കാര്യങ്ങളും ഈശോയുടെ പക്കലേക്ക് ഉയർത്തിപ്പിടിക്കാം. എത്ര ഉച്ചത്തിൽ യേശുവിനെ വിളിക്കാമോ, ക്രൂശിത എൻ്റെ യേശുവേ, അങ്ങേ അറിയാൻ എന്നെ സഹായിക്കണമേ, വിശുദ്ധ ജീവിതം അറിയാൻ എന്നെ സഹായിക്കണമേ, സ്വർഗത്തിൻ്റെ ജീവിതം അറിയാൻ എന്നെ സഹായിക്കണമേ. ഉച്ചത്തിൽ നിലവിളിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ യേശുവേ, കൈകൾ ഉയർത്തി ഉച്ചത്തിൽ വിളിക്കുന്നു. പോകാതെ നിന്നാത്മനേ പകരണേയെന്നും എൻ ജീവനിൽ, പകരണേയെന്നും എൻ ജീവനിൽ. Great